ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ കേട്ടത് വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. കർത്താവിനെ നമ്മൾ പ്രഘോഷിക്കണം, കർത്താവിനെ നമ്മൾ ഏറ്റുപറയണം. അതാണ് നമ്മളിങ്ങനെ നമ്മുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ സ്വസ്ഥമായിട്ട് പോകാൻ പറ്റില്ല. ഉദ്ധിതനായ കർത്താവിനെ നമ്മൾ ഏറ്റുപറയണം. ഇന്നത്തെ ഒന്നാം വായനയിലെ നടപടി പുസ്തകം 4:33 അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരുടെ എല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ദൗത്യമാണ്. നമ്മുടെ കർത്താവിനെ പ്രഘോഷിക്കണം. ഇങ്ങനെ മരുഭൂമിയിൽ മോശ ഉയർത്തിയതുപോലെ ഈശോയും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ ഒരു വചനം. യോഹന്നാൻ്റെ സുവിശേഷം 3:14 14-15 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12:32 ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന നല്ലൊരു വചനമാണ്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. നമ്മൾ 3 തരം ഉയർത്തപ്പെടൽ, ഈശോയുടെ 3 തരം ഉയർത്തപ്പെടൽ നമ്മൾ ഫേസ് ചെയ്യുക. ഏപ്രിൽ 18 ഈശോയുടെ മരണം, ദുഃഖവെള്ളിയാഴ്ച, മരണത്തിരുന്നാൾ നമ്മൾ ആചരിച്ചത്. അപ്പോൾ കുരിശിൽ ഉയർത്തപ്പെട്ടു. ഏപ്രിൽ 20 ഉയർപ്പ് തിരുനാൾ, ഈസ്റ്റർ. അപ്പോൾ കല്ലറയിൽ നിന്ന് ഉയർത്തപ്പെട്ടു. ഇനി 40-ാം ദിവസം ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും, ആരോഹണം ചെയ്യപ്പെടും, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടും. അപ്പോൾ ഈ ഉയർത്തപ്പെടുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ഈശോ ഇങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ഇറക്കമുണ്ട്. മനുഷ്യാവതാരം ഒരു ഇറക്കമാണല്ലോ. ഈശോ ഇറങ്ങി വന്നു. ഇനി ഈശോയുടെ പീഡാസഹനവും കുരിശും മരണവും, പീഡ സഹിച്ച് മരിക്കുന്നത്, ഏറ്റവും നിന്ദനയേറ്റ് മരിച്ചു, അത് അപമാനിതനാക്കപ്പെട്ടു. അപ്പോൾ ഈശോ താഴ്ന്നു വന്നു, ശരിക്കും താഴ്ന്നു വന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 2-ാം അധ്യായം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അത് കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. പിന്നത്തെ വചനം പറയുന്നത് ഉയർത്തപ്പെടുന്നതിനെ കുറിച്ചാണ്. ആകയാൽ ദൈവം അവൻ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായ എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉയർത്തപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളും ഉയർത്തപ്പെടും. നമ്മൾ ഉയർത്തപ്പെടും. ഈശോ താഴ്ന്നു വന്നതുകൊണ്ട് ഉയർത്തപ്പെട്ടു. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു താഴ്ചയുടെ കാലഘട്ടമാണെങ്കിൽ സങ്കടങ്ങളുടെയും പരാധീനതകളുടെയും തടസ്സങ്ങളുടെയും രോഗങ്ങളുടെയും കടബാധ്യതകളുടെയും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെയും, ഒരുവനിപ്പോൾ രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചത്, അച്ഛാ ഭയങ്കര ഒരു അസ്വസ്ഥത. എന്താണ് അസ്വസ്ഥത എന്ന് പറയുന്നില്ല, ഭയങ്കര അസ്വസ്ഥത, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു താഴേക്ക് പോയി എന്ന് തോന്നുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവ് ഉയർത്തപ്പെട്ടുവെങ്കിൽ നമ്മളെയും കർത്താവ് ഉയർത്തും എന്നൊരു ആശയം, ഒരു സന്ദേശം നമുക്കുണ്ട്. ഇത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് നമ്മളോട് പറയുന്നുണ്ട്. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മളെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ നമ്മളെ സുഖപ്പെടുത്തും, അവിടുന്ന് നമ്മളെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. അപ്പം ഈശോ ഉയർത്തപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, മരുഭൂമിയിൽ അവർ
അവർ ദൈവത്തെ അനുസരിച്ചില്ല. അപ്പോൾ ആഗ്നേയ സർപ്പദംശനമേറ്റ് എല്ലാവരും മരിച്ചു വീണു. അവർ മോശയോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. മോശയ്ക്ക് ദൈവം ഒരു അടയാളം കൊടുത്തു. പിത്തള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തുക. അത് സംഖ്യാപുസ്തകം 21-8-9 വാക്യമാണ്. അങ്ങനെ ഉയർത്തിയ സർപ്പത്തെ നോക്കിയവര് രക്ഷ പ്രാപിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. അതുപോലെ നമ്മൾ ഉയർത്തപ്പെടും, നമ്മൾ രക്ഷപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഈ രഹസ്യങ്ങൾ, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം, ഈശോയുടെ സ്വർഗാരോഹണം, ഇത് ഇങ്ങനെ ഉയർത്തപ്പെട്ട് നിർത്തുന്നത് നമ്മൾ ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റു പറയണം, വേറെ വഴിയില്ല. ഏറ്റു പറയണം, നമ്മൾ ഏറ്റു പറഞ്ഞേ പറ്റൂ. ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചേ പറ്റൂ, ഈശോയുടെ ഉത്ഥാനത്തെ പ്രകീർത്തിച്ചേ പറ്റൂ, ഈശോയുടെ സ്വർഗാരോഹണത്തെ നമ്മൾ ഏറ്റു പറയണം, ആരാധിക്കണം. ഇത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. സകല മുട്ടുകളും മടങ്ങുന്നതിനും സകല നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-9 വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം ഒന്ന് നമ്മൾ മുട്ടുമടക്കണം, ഇല്ലേ? മുട്ടുമടക്കണം. 2 ഏറ്റുപറയണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വളരെ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരാശയതലത്തിൽ അങ്ങനെ പോവും. വളരെ വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കൂദാശ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുട്ടുകുത്തും, മുട്ടുമടക്കുന്നതിന് വേണ്ടി. അത് കുമ്പസാരിക്കാൻ വേണ്ടി നമ്മൾ ആരോഗ്യമുള്ളവരെല്ലാവരും മുട്ടുകുത്തിയാണ് കുമ്പസാരിക്കുന്നത്. ഈ മുട്ടുമടക്കുന്നത് കുമ്പസാരത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് ഈശോയുടെ കുരിശുമരണം വഴി പാപമോചനം തന്നു. അത് നമ്മുടെ സ്വന്തമാകുന്നത് കുമ്പസാരത്തിലൂടെയാണ്. അല്ലെങ്കിൽ ഈശോയുടെ കുരിശുമരണം എവിടെയോ സംഭവിച്ച ഒരു കാര്യം മാത്രമായി അവശേഷിക്കും. ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യത നമ്മിലേക്ക് അത് സ്വന്തമായി വരുന്നത് നമ്മൾ കുമ്പസാരിക്കുമ്പോഴാണ്. അപ്പൊ കുമ്പസാരത്തിലൂടെ ഈശോയെ നീ കുരിശിൽ മരിച്ച് എനിക്ക് പാപമോചനം തന്നു എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പൊ കുമ്പസാരത്തിലൂടെ നമുക്ക് കർത്താവിനെ വളരെ വ്യക്തമായി ഏറ്റുപറയാം. കാരണം ഏറ്റുപറഞ്ഞാൽ രക്ഷയാണ്. ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും, ഭൗതിക മേഖലയാകട്ടെ ആത്മീയ മേഖലയാകട്ടെ, നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ പിതാവേ സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഒന്നും ചോദിച്ചില്ല, എനിക്കിന്നത് വേണം. പലരും കുമ്പസാരം പെട്ടെന്ന് നടത്തിയിട്ട് അച്ഛൻ ഉപദേശം കൊടുക്കുന്നതിൻ്റെ ഇടക്ക് കയറി ഇടപെട്ട് അച്ഛാ വീട്, അച്ഛാ ജോലി, അച്ഛാ കുഞ്ഞ് എന്നിങ്ങനെ പറയും. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയാൽ കുമ്പസാരത്തിൽ പാപങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, ഒന്നും ചോദിക്കണ്ട, പാപങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ധൂർത്തപുത്രൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഈശോയുടെ ദൈവത്തിന്റെ മുമ്പിൽ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷെ അവനെല്ലാം കിട്ടി. വസ്ത്രം, ഭക്ഷണം, ചെരിപ്പ്, സമാധാനം, പിതാവിന്റെ സ്നേഹം, സ്വസ്ഥത എല്ലാം തിരിച്ചു കിട്ടി. അപ്പോൾ ദൈവത്തെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അതിനെക്കുറിച്ച് ബോധമുള്ള പിള്ളേര് പരീക്ഷ വരുമ്പോൾ ഒരുക്ക കുമ്പസാരം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ഇന്റർവ്യൂ ഒക്കെ വരുമ്പോഴും വീട് വെഞ്ചരിപ്പൊക്കെ വരുമ്പോഴും മക്കൾ അതിനെക്കുറിച്ച് ബോധമുള്ള കുടുംബം അത് കുടുംബസമേതം പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അത് പങ്കുചേരുന്നത്. അപ്പോൾ മുട്ടുമടക്കണം. അത് ഈ വിധത്തിലും നമ്മൾ മുട്ടുമടക്കണം കർത്താവിന്. കുമ്പസാരം ഒന്നും നീണ്ടുപോകരുത്. ഇനി കുർബാന സ്വീകരണത്തിൽ ലാറ്റിൻ ക്രമത്തിൽ ഈശോയുടെ തിരുശരീരം എന്ന് പുരോഹിതൻ പറഞ്ഞത് നീട്ടുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അതുവഴി കർത്താവിന് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പോ സകല മുട്ടുകളും മടക്കുന്നതിനും സകല നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടി ഇത് നമ്മൾ ജീവിക്കണം. ഇത് ജീവിക്കാൻ ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ആചരണം ഒന്നും മുടക്കില്ല. കാരണം ഞായറാഴ്ച ആചരണം ഉത്ഥാനത്തിന് തുല്യമാണ്, ഉത്ഥാന ദിവസത്തിന് തുല്യമാണ്. അതുകൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭയിൽ ഞായറാഴ്ച നോയമ്പ് ആചരിക്കാൻ പാടില്ല. ഇത് പറയുന്നത് അത് ഉത്ഥാനത്തിന് തുല്യമായ ദിവസമായതുകൊണ്ടാണ്. അപ്പൊ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരാള് ഈശോയുടെ മരണത്തെയും ഈശോയുടെ ഉത്ഥാനത്തെയും ഈശോയുടെ രഹസ്യങ്ങളെയെല്ലാം ഹൃദയത്തിൽ വിശ്വസിക്കുന്നയാള് ഞായറാഴ്ച പള്ളി പോകാതിരിക്കില്ല. കാരണം അവന്റെ ജീവന്റെ ഭാഗമാണ്. ആദിമസഭയുടെ കൂട്ടായ്മയുടെ ഐക്യം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഇത് ഒരുമിച്ച് വന്ന് പങ്കുചേരുന്നതും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതും അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക്
എളുപ്പത്തിൽ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു കാര്യം സാധിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നാളുകളിൽ നിങ്ങൾക്ക് ഏറ്റു പറയാം. ഈ കർത്താവിൻ്റെ ഉയർത്തപ്പെടലെ 3 കാര്യങ്ങളാണല്ലോ: കുരിശ് മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഇനി കർത്താവ് താഴ്ന്നു വന്നത് മനുഷ്യാവതാരം, പീഡാസഹനം. അപ്പോൾ ഇത് 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു ജോലി കിട്ടണം, വിദേശത്ത് പോകണം. എനിക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചവനെ, എനിക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റവനെ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തവനെ. അത് ഓർഡറായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചവനെ, എനിക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റവനെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തവനെ, എനിക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തവനെ, എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണമേ. അങ്ങനെ ചോദിച്ചാൽ കിട്ടും. കാരണം നമ്മളത് ഏറ്റുപറയുകയാണല്ലോ. ഇപ്പോൾ വീട്ടിൽ അമ്മ ഒരു കറി വെച്ചു, അടിപൊളി കറിയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പലഹാരം ഉണ്ടാക്കി. അപ്പോൾ വീട്ടിലുള്ള ജീവിത പങ്കാളിയും മക്കളും ചേർന്നിട്ട് പറയാണ്, അമ്മ സൂപ്പറായിട്ടുണ്ട്, അമ്മ അടിപൊളിയാണ്, ഇന്നത്തെ കറി, ഇന്നത്തെ പലഹാരം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും. അപ്പോൾ അതുപോലെയാണ് ദൈവപിതാവ് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശ് മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഈ പ്രോജക്റ്റ് നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി: ഈശോയുടെ മനുഷ്യാവതാരത്തെ പ്രതി, ഈശോയുടെ പീഡാസഹനത്തെ പ്രതി, ഈശോയുടെ കുരിശ് മരണത്തെ പ്രതി, ഈശോയുടെ ഉത്ഥാനത്തെ പ്രതി, ഈശോയുടെ സ്വർഗാരോഹണത്തെ പ്രതി, കർത്താവേ എനിക്കൊരു കൊച്ചിനെ തരണമേ, കർത്താവ് എനിക്കൊരു ജീവിത പങ്കാളിയെ തരണമേ, കർത്താവ് എനിക്ക് കടബാധ്യത മാറ്റിത്തരണമേ, കർത്താവ് എനിക്കൊരു വീട് തരണമേ, കർത്താവെ എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നടക്കും. അതിനു വേണ്ടിയിട്ടാണ്, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവപിതാവ് ഈശോയെ ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ രഹസ്യം എവിടെയെങ്കിലും തലക്ക് മുകളിലൂടെ പോകാതെ, എവിടെയോ വിദൂരത്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ചിന്തിക്കാതെ, ഇത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമായി എന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. പരീക്ഷിച്ചു നോക്കൂ. നമുക്ക് ഈ സമയം കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന്, വിശ്വാസ പ്രമാണമൊക്കെ ഇത്ര അടിപൊളി പ്രാർത്ഥനയായി മാറിയിരിക്കുന്നത് കൊണ്ടാണ്. കർത്താവെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, അത് ഏറ്റുപറയുന്നത് കൊണ്ടാണ്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതെപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൊരു വചനം: പെരുവെള്ളത്തിൽ പാതയൊരുക്കിയവനെ, സമുദ്രത്തിൽ വഴിവെട്ടിയവനെ. അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരൊറ്റ വചനമാണത്. പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും. ഇത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇത് ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവം ചെയ്ത കാര്യത്തെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട്. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനെ. ഒന്ന് ചേർന്ന് പാടാം. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയ ദൈവമക്കളെ, രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കുറുക്കുവഴിയാണിത്. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ മറിയം ഇത്ര അനുഗ്രഹീതയായി മനുഷ്യരുടെ ഇടയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ?
ഈശോയുടെ കുരിശിൻ ചുവട്ടി നിന്നുകൊണ്ട് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചത് കൊണ്ടാണ്. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.